സത്യം പറഞ്ഞാലേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ആലോചിച്ചിട്ട് എന്താ തോന്നണ്ടേന്നൊരു പിടുത്തൂല്ല. ചിരിക്കണോ അതോ സങ്കടപ്പെടണോ അതോ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ നിക്കണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് കുറെ പ്ലേയേഴ്സ് ടീമിന് വേണ്ടിയിട്ട് ചത്ത് പണിയെടുക്കുക. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബംഗാളി പ്ലെയർ. എന്താ ബംഗാളി എന്ന് പറയുമ്പോൾ ആരും പുച്ഛിക്കൊന്നും വേണ്ട, എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. ബംഗാളായാലും തമിഴനായാലും മലയാളീസ് ആയാലും. പക്ഷെ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് ഒരു ലീവ് പോലും എടുക്കാതെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ബംഗാളികള്. അതുകൊണ്ടാണ് ലൂണനെ ബംഗാളിനെ കൊണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത്രക്കും പണി അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ എടുക്കുന്നുണ്ട്. 2 പ്ലെയർ എടുക്കേണ്ട പണിയാണ് ലൂണ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ടും ബാക്കിയുള്ള പ്ലേയേഴ്സ്, ചില പ്ലേയേഴ്സിന്റെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ, ഓൽക്കൊക്കെ വെറുതെ എന്തോ കാട്ടിക്കൂട്ടുക. പ്ലേയേഴ്സിന്റെ പേരൊന്നും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അറിയാം. ഒരു ലൂണ കഷ്ടപ്പെട്ടിട്ട് ഒരു ബംഗാളിയെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ പൊസിഷനിലും മിഡ്ഫീൽഡ് റോളിലും അറ്റാക്കിംഗ് റോളിലും ഒക്കെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പണിയെടുക്കുമ്പോൾ ചില പ്ലേയേഴ്സ് അന്തം വിട്ട് നോക്കിക്കണ് കാണുമ്പോൾ പരാതിക്കാൻ നിവൃത്തില്ല. ലാസ്റ്റ് മാച്ച് തന്നെ നിങ്ങൾ കണ്ടതാണ് ആ ഒരു പ്ലെയറിന്റെ ഒരു നിസ്സംഗത. ആ ഒറ്റ ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സെമി ഫൈനലിലേക്ക് എത്തേണ്ട സമയമാണ് ഇപ്പോ. അത് ആ ഒരു പ്ലെയർ മാത്രം കുഴപ്പമില്ല, ചില അന്തം വിട്ട് കളിക്കേണ്ട കുറെ പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. എന്നാൽ ചില ഭാഗത്താണ് ഈ ലൂണനെ പോലുള്ള കുറെ പ്ലേയേഴ്സ് കഷ്ടപ്പെട്ട് കഠിനപ്രയത്നം ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചോട്ടച്ചിട്ട് പണിയെടുക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കളിക്കുമ്പോൾ നമുക്ക് അത് ഒരു ഫീൽ ആവുകയാണ്. ഒരു പ്ലെയർ മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും ഒരു കിരീടം കിട്ടാൻ പോണില്ല. എല്ലാ പ്ലേയേഴ്സും ഒരേപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ കിരീടത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിന് മുമ്പത്തെ സീസണിലെ മോഹൻ ബഗാൻ. മോഹൻ ബഗാനിൽ നിങ്ങൾക്ക് അറിയാലോ, പൈസ എറിഞ്ഞ് കളിക്ക് ഓരോ പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുകയാണ്. ഒരാൾ വിചാരിച്ച പഴയ പോലെ കപ്പ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് മോഹൻ ബഗാനിൽ ഓരോ പ്ലേയേഴ്സ് ഒരു ടീം വർക്കായിട്ട് കളിച്ചിട്ടുണ്ട്. ആ ഒരു റിസൾട്ട് ആയിട്ടാണ് ഇഷ്ടം പോലെ കിരീടങ്ങൾ എടിക്കായിട്ടും മോഹൻ ബഗാനായിട്ടും അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആയിട്ടും പേര് പല രൂപത്തിലാണെങ്കിലും ഓർക്ക് കിട്ടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിന്റെ മുമ്പത്തെ സീസണിൽ ഫൈനലിലേക്ക് എത്തിയില്ലേ, അതൊക്കെ ഒരു ടീമായിട്ട് കളിച്ചുകൊണ്ടാണ്. അല്ലാതെ ലൂണ് മാത്രം ഇങ്ങനെ ഒറ്റക്ക് ഒരു പാടത്ത് ഇങ്ങനെ കൈക്കോട്ടും പിടിച്ചിട്ട് ഇങ്ങനെ കൊത്തി കഴിഞ്ഞാൽ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം കിട്ടൂല. അത് എല്ലാ പ്ലേയേഴ്സും വിചാരിക്കണം. 11 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 11 പ്ലേയേഴ്സും ലൂണനെ പോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ, വെറും കഷ്ടപ്പെട്ട് കളിച്ചാൽ മാത്രം പോലെ ഈ ഒരു റെഡ് കാർഡ്സും ഇതൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ഒരു ISL റഫറിനെ കൊണ്ടുള്ള ഇടങ്ങേറ് ചില്ലറൊന്നല്ല. കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും അതിന്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം കൂടെ വരണ്ടേ. ലൂണനെ പോലെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. സിമ്പിളായിട്ട് സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ എത്തായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ISL നടക്കൂല എന്നുള്ള വാർത്ത വന്നുകൊണ്ട് തന്നെ കുറെ ടീം ഫോറിൻ സൈനിങ്ങും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് 6 ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന സൂപ്പർ കപ്പിൽ, കഴിഞ്ഞ സൂപ്പർ കപ്പിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് കാര്യം, ആ ഒരു ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ചില പ്ലേയേഴ്സ് വെറുതെ അന്തം വിട്ടുകാണ്ട് കളിക്കുക. എന്നാൽ ലൂണനെ പോലുള്ള പ്ലേയേഴ്സ് കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു അവസാനം വന്നാലേ ഇനിയിപ്പോ വരുന്ന ISL നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കോച്ചിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കുറെ ആൾക്കാരുണ്ട് കോച്ചിനെ കുറ്റം പറഞ്ഞു. ആ പാവപ്പെട്ട കോച്ച് എന്ത് ചെയ്യാനാണ്? അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒരു കോച്ച് മാത്രം വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം? വെറുതെ കുറെ ഇങ്ങനെ മാറ്റി കളിക്കാതെ. ഈ ഒരു ടീം അടിപൊളി ടീമാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് ഒരേപോലെ കളിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്രാവശ്യത്തെ ISL സിമ്പിളായിട്ട് കിട്ടും. നിങ്ങളവിടെ എഴുതി വെച്ചോളി. ISL ഇപ്രാവശ്യം നടക്കുകയാണെങ്കിൽ. നോക്കേ, മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം.